മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന ഭാരതീയരുമായുള്ള രണ്ടാമത്തെ വിമാനം ഇന്ന് എത്തും. രാത്രി 10 മണിക്ക് വിമാനം അമൃത്സറിൽ ഇറങ്ങും. തിരിച്ചയക്കപ്പെടുന്നവരിൽ ഏറിയ പങ്കും പഞ്ചാബ് സ്വദേശികളാണ്. ഇത്തവണയും അമേരിക്കൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കുക. പഞ്ചാബിൽ നിന്നും 67 പേരും, ഹരിയാനയിൽ നിന്നും 33 പേരും, ഗുജറാത്തിൽ നിന്ന് 8 പേരും, ഉത്തർപ്രദേശിൽ നിന്ന് 3 പേരും, മഹാരാഷ്ട്ര, ഗോവ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും 2 പേർ വീതവും, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാൾ വീതവും എന്നിങ്ങനെയാണ് യാത്രക്കാരുടെ കണക്ക്. മെക്സിക്കോ അതിർത്തിയിലെ പാതകളിലൂടെ അമേരിക്കയിൽ എത്തിയവരാണ് തിരിച്ചയക്കപ്പെടുന്നത്. അടുത്ത സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള മറ്റൊരു വിമാനം നാളെ അമൃത്സറിലെത്തും. കഴിഞ്ഞ 5-ന് US സൈനിക വിമാനത്തിൽ 104 ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചിരുന്നു. നിയമവിരുദ്ധമായി US കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാൻ ഭാരതം തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശന വേളയിൽ പറഞ്ഞിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരികെ സ്വീകരിക്കാൻ ഭാരതത്തിന് ബാധ്യതയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ രാജ്യസഭയിലും പറഞ്ഞിരുന്നു. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ എത്തിച്ച രീതി വിമർശനങ്ങൾക്കിടയാക്കിയെങ്കിലും അമേരിക്കയിൽ നിന്നും നാടുകടത്തപ്പെട്ടവരെ കൈവിലങ്ങണിയിച്ചത് 2012 മുതൽ തുടരുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാർലമെന്റിന്റെ ഇരുസഭകളിലും വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.